വാട്സാപ്പിൽ ഇതാ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു ഫീച്ചർ വന്നിരിക്കുകയാണ്. ഇതാണ് ആ ഫീച്ചർ. നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. ഈ ഒരു ഫീച്ചർ കൊണ്ട് വാട്സാപ്പ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചെറിയ രൂപത്തിൽ, ചെറിയ മട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം. നമുക്കിപ്പോൾ വാട്സാപ്പിൽ ഒരു കോൾ വരികയാണ്. നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നാണ് നമുക്ക് കോൾ വരുന്നത്. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഒരു നമ്പർ നമുക്ക് വാട്സാപ്പിൽ സേവ് ചെയ്യണം. നമ്മളങ്ങനെ ഇപ്പോൾ വാട്സാപ്പിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്കത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമുക്കിപ്പോൾ വാട്സാപ്പിൽ അത് സേവ് ആയിട്ടുണ്ടാകും, പക്ഷേ നമ്മുടെ മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റിൽ ആ ഒരു പേരോ നമ്പറോ സേവ് ആയിട്ടുണ്ടാകില്ല. എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്ന നമ്പറൊക്കെ വാട്സാപ്പിൽ ഒരുപാട് സേവായി കിടക്കുന്നുണ്ടാകും. പക്ഷേ കോൺടാക്റ്റ് ലിസ്റ്റിൽ നമുക്ക് തേടി പിടിച്ച് നടന്നു കഴിഞ്ഞാലും പരിധിയാലും നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ആരെങ്കിലും ഒരു നമ്പർ അയച്ചു തരാണ് വാട്സാപ്പിൽ, അദ്ദേഹത്തെ ഒന്ന് സേവ് ചെയ്യണം, ഇന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ട്. അതും നമ്മൾ ഇതേപോലെ സേവ് ചെയ്യുന്ന സമയത്തും ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് നമ്പറുകൾ സേവ് ചെയ്ത ആ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ വാട്സാപ്പ് നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്കൊരു പുതിയ നല്ലൊരു ഫാൻസി നമ്പർ ലഭിച്ചു. ആ ഒരു നമ്പറിലേക്ക് നമുക്ക് വാട്സാപ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തു, പഴയ നമ്പർ നമ്മൾ ഉപേക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു പഴയ നമ്പർ ലഭിക്കുന്ന വ്യക്തിക്ക് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്സാപ്പിൽ സേവ് ചെയ്ത എല്ലാ നമ്പറുകളും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും, ദുരുപയോഗം ചെയ്യാൻ സാധിക്കും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. എവിടെയാണ് ആ ഫീച്ചർ ഉള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൈവസി എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺടാക്ട്സ് എന്ന ഭാഗത്ത് ബ്ലോക്ക് കോൺടാക്ട്സ്, അതുപോലെ തന്നെ വാട്സാപ്പ് കോൺടാക്ട്സ് 2 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് ഓണിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ ബ്ലോക്ക്ഡ് കോൺടാക്റ്റ് കാണാൻ സാധിക്കും. അവിടെ തന്നെ വാട്സാപ്പ് കോൺടാക്ട്സ് എന്ന ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണ്ടോ നിങ്ങൾ, അതായത് വാട്സാപ്പിൽ നിങ്ങൾ സേവ് ചെയ്ത എല്ലാ കോൺടാക്ട്സ് ലിസ്റ്റും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് വേണ്ട, പുതിയൊരു നമ്പറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വാട്സാപ്പിൽ നിങ്ങൾ സേവ് ചെയ്ത എല്ലാ കോൺടാക്ട്സ് ലിസ്റ്റും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു നമ്പർ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ സേവ് ഓൾ കോൺടാക്ട്സ് ടു ഫോൺ എന്ന ഭാഗം ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ട്. അങ്ങനെ ടിക്ക് മാർക്കോട് കൂടി നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ നമ്പറുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ കോൺടാക്ട്സ് ലിസ്റ്റിൽ സേവ് ആകും. ഇനി വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് ഇതുപോലെ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ വാട്സാപ്പിൽ സേവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കോൺടാക്ട്സ് ലിസ്റ്റിൽ സേവ് ആകുന്നില്ല, അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണില്ലോ, ആ ഗ്രീൻ കളറിൽ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂ കോൺടാക്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സേവ് ചെയ്യും. പക്ഷേ അത് താഴെ കണ്ടോ സിങ്ക് കോൺടാക്ട്സ് ടു ഫോൺ എന്ന ഭാഗം അവിടെ ഓഫിലാണ് ഉള്ളത്. അത് ഓൺ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ആ ഒരു കോൺടാക്ട്സ് ലിസ്റ്റ് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ, അതായത് നിങ്ങളുടെ ഫോൺ കോൺടാക്ട്സിലും സേവ് ആകുക. ഓക്കെ, അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിച്ചിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പിൽ മാത്രമേ സേവ് ആകുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി ആ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രൈവസി എന്ന ഭാഗം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ ഒരു കോൺടാക്ട്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലേൺ മോർ എന്ന ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇതൊക്കെ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ മറ്റാരെങ്കിലും, അതായത് ഈ നമ്പറിൽ വാട്സാപ്പ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്ട്സ് ലിസ്റ്റ് അവർക്ക് ലഭിക്കാതിരിക്കാൻ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ ഒരു ഓപ്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വാട്സാപ്പിലെ ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫീച്ചർ, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.